നമസ്കാരം. രാജ്യത്ത് എങ്ങനെ ഒരു അട്ടിമറി ഉണ്ടാക്കാം എന്നാണ് ഭീകരർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളടക്കം ഇന്ത്യൻ ആർമി തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അതിനുശേഷമാണ് ദില്ലിയിൽ വിമാന സർവീസുകൾക്ക് നേരെ ഒരു അട്ടിമറി ശ്രമം ഉണ്ടാക്കാൻ ഒരു നീക്കം നടത്തിയത്. അതായത് ദില്ലി എയർപോർട്ടിന്റെ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിൽ ഒരു ഹാക്ക് ചെയ്തുകൊണ്ട് ഒരു അട്ടിമറി ശ്രമം നടത്താനായിട്ട് ഒരു പ്രവർത്തനം ഈ ഭീകരവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നിലവിൽ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ്. അത് ലാൻഡിംഗ് നടത്തിയത് വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതായത് ഇന്ന് രാവിലെ 9:05 ജിദ്ദയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം IX-398 നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്താനായിട്ട് പൈലറ്റ് ATCയുമായിട്ട് ബന്ധപ്പെടുന്നത്. വിമാനത്തിലെ 160 യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സിയാൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ വലിയൊരു വിമാന ദുരന്തം, അതായത് അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നതിനെ പോലെ ഒരു വിമാന ദുരന്തമായിരിക്കും രാവിലെ കേരളത്തിലെ മലയാളികളടക്കം രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകേണ്ടിയിരുന്നത്. പക്ഷേ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടും ATCയുടെ ആ സമയത്ത് അവരെ ക്വിക്ക് റെസ്പോണ്ട് ചെയ്തത് കൊണ്ടും മാത്രം ഒരു വലിയൊരു അപകടം ഒഴിവായി. സാങ്കേതിക തകരാറ് കാരണമാണ് കോഴിക്കോട്ടേക്കുള്ള വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിട്ടത്. കൊച്ചിയിലെത്തിയതിനു ശേഷം നടന്ന വിശദമായ പരിശോധനയിലാണ് വിമാനത്തിന്റെ 2 ടയറുകൾക്കാണ് തകരാറുണ്ടായത്. തുടർന്ന് വിമാനം കൊച്ചിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ലാൻഡിങ്ങിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ വിമാനത്തിന്റെ വലതുഭാഗത്തെ ടയറും അതോടൊപ്പം തന്നെ നോസ് വീലും പൊട്ടിയതായി സ്ഥിരീകരിച്ചു. എന്നാൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിലെ ആർക്കും ഒരു പരിക്കും സംഭവിച്ചിട്ടില്ല എന്നും യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് 1 മണിക്കൂറോളമാണ് റൺവേ അടച്ചിട്ടത്. യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കിയ ശേഷം വിമാനം റൺവേയിൽ നിന്ന് മാറ്റിയെന്നും റൺവേയിൽ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം നിലവിൽ റൺവേ തുറന്നുകൊടുത്തതായും സിയാൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. വിമാനം ഇറക്കുന്നതിന് മുമ്പ് തന്നെ സിയാൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗവും അടിയന്തര സേവന സംഘങ്ങളും വിമാന കമ്പനി ജീവനക്കാരും ചേർന്നാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപനം നടത്തിയത്. ജിദ്ദ വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്ന് എന്തോ വസ്തു തട്ടിയത് കാരണം ടയറിന് കേടുപാട് സംഭവിച്ചു എന്ന സംശയം തോന്നിയെന്നും ഇതിനാൽ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ അധികൃതർ അറിയിച്ചത്. വിമാനം സുരക്ഷിതമായി കൊച്ചിയിൽ ലാൻഡ് ചെയ്തുവെന്നും യാത്രക്കാരെ റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിൽ യാത്രക്കാർ വലിയ രീതിയിൽ ഒരു പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും അതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും ഒരു സുരക്ഷയാണ് മുൻഗണന നൽകുന്നതെന്നും എയർ ഇന്ത്യ പറയുന്നുണ്ട്. നമുക്കറിയാം ഇൻഡിഗോ വിമാനം ഇപ്പോൾ എങ്ങനെ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ഇൻഡിഗോ കമ്പനി തന്നെ നേരിട്ട് റദ്ദാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ എയർ ഇന്ത്യ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇൻഡിഗോ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ ഭാരതത്തിന്റെ വിമാന കമ്പനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണോ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നൊരു സംശയമാണ് സോഷ്യൽ മീഡിയയിലടക്കം ജനങ്ങളടക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത്.